അത് ചിലപ്പോൾ ഒരു പത്രലേഖകനെ സംബന്ധിച്ച് ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ച് ഒരു ചിത്രം എടുക്കുമ്പോൾ ഇത് ഞാനത് വളരെ കഷ്ടപ്പെട്ടെടുത്തതാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കിട്ടിയല്ലോ ഇതിന്റെ ഒരു ആംഗിൾ കിട്ടിയല്ലോ എന്ന് കാണും. പക്ഷെ ഇത് മറ്റുള്ളവരെ കാണിക്കാമോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ സംശയങ്ങൾ ഉയർന്നേക്കാം. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. വ്യൂ പോയിന്റ്. പ്രകൃതി ദൃശ്യങ്ങളുടെ സ്വാഭാവിക സൗന്ദര്യത്തെ ക്യാമറയുടെ സാധ്യതകൾ ഉപയോഗിച്ച് മികച്ച കലാസൃഷ്ടികളാക്കി മാറ്റുന്ന ഫോട്ടോഗ്രാഫറാണ് ദത്തൻ പുനലൂർ. തന്റെ ക്യാമറയ്ക്കുള്ള ഇഷ്ടവിഭവങ്ങൾ നിറഞ്ഞ ഊട്ടിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഈ ഫോട്ടോഗ്രാഫറുടെ ഓരോ ചിത്രങ്ങളും കുളിർമയുള്ള ഓരോ അനുഭവങ്ങളാണ്. വെളിച്ചത്തിന്റെ ജാലവിദ്യയിലും ദൃശ്യപ്രപഞ്ചത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തിലും ജീവിതം ഫോക്കസ് ചെയ്തിരിക്കുന്ന ദത്തൻ പുനലൂർ ഇന്നത്തെ വ്യൂ പോയിന്റിൽ നമ്മോട് സംസാരിക്കുന്നു. ഞാൻ ഒരു ബിഗിനറായിട്ട്, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ എഫും 2Fും ഫിസിക്സിൽ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ എനിക്ക് വളരെ താല്പര്യമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എഫ് 2F നമ്മുടെ ഫോക്കസ് എങ്ങനെ ഔട്ടാകും, ആ ഔട്ട് ഓഫ് ഫോക്കസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ച്, പിന്നെ ഉയർന്ന ക്ലാസ്സിൽ വന്നപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയിലെ ഈ കെമിസ്ട്രിയും കൂടെ സ്വാധീനം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കൂടെ സങ്കരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ക്യാമറകളിൽ തന്നെ ഞാൻ ആദ്യം ഈ ഒരു വെള്ളെഴുത്ത് കണ്ണാടി വെച്ചിട്ട് നമ്മുടെ ബോക്സ് ക്യാമറയുടെ മുമ്പിൽ, അത് കാരണം ഒരു നിശ്ചിത ഫോക്കസേ ഉള്ളൂ, ഈ നിശ്ചിത ഫോക്കസുള്ള ഫിക്സഡ് ഫോക്കസാണ് ഈ ബോക്സ് ക്യാമറകളിലെല്ലാം ഉള്ളത്. അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറേ കൂടെ കൂർമ്മത, ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ക്യാമറയുടെ മുമ്പിൽ വെള്ളെഴുത്ത് കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ്, ക്യാമറയും ഫിലിമുമായിട്ടുള്ള ഡിസ്റ്റൻസും ഈ ലെൻസും സബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് 1-2 ആൾക്കാരുടെ ചിത്രങ്ങൾ എടുത്തത്. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ റോളി ഫ്ലെക്സ്, റോളി കോഡ് തുടങ്ങിയിട്ടുള്ള ക്യാമറകളാണ്. അപ്പോൾ അതിന് കടപിടിക്കത്തക്ക റിസൾട്ട് എനിക്ക് അന്നത്തെ ആ അനുഭവത്തിൽ കിട്ടി. പിൽക്കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ ഫോട്ടോഗ്രാഫി വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്നൊരു ആളാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാരുടെ കൂടെ കയറുക. അപ്പോൾ ഈ ചെറിയ നെർവുകൾ, ചെറിയ ബോൺസ്, അത് അവർ കെട്ടി ഈ സ്റ്റീൽ കമ്പി വെച്ച് കെട്ടുമ്പോഴും നെർവുകൾ മുറിയുന്നതിൻ്റെയും ഈ അങ്ങനെ ഒത്തിരി കുറേ അധികം, അതായത് പിന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി, പിന്നെ ഒരാളിനെ ഒരു പോത്ത് ഇടിച്ച് വീട്ടിട്ട് അയാളുടെ എല്ലുകൾ മുഴുവൻ ഉടഞ്ഞുപോയി, അയാളുടെ കൂടെ അയാളുടെ തുന്നി ശരിയാക്കി ആ ബോൺസ് എല്ലാം ശരിയാക്കി എടുക്കുന്നിടം വരെയുള്ള 8 മണിക്കൂർ ഞാൻ തുടർച്ചയായിട്ട് അതിൻ്റെ സ്റ്റിൽസ് എല്ലാം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റില്ലിലും മൂവിയിലും ഒക്കെ ഇതെടുത്ത്, കാരണം അവരുടെ മെഡിക്കൽ ജേർണലിന് വേണ്ടിയിട്ടും ബുള്ളറ്റിന് വേണ്ടിയിട്ടും കുറേ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഫോട്ടോഗ്രാഫിയിൽ വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വലുതാക്കിയെടുക്കണം. അത് നിശ്ചിത സമയത്തിനുള്ളിൽ വേണം. കാരണം ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ വെച്ചിട്ട് ഉടൻ തന്നെ അത് മാറ്റുകയോ കയറ്റുകയോ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എടുത്ത സ്നാപ്പ് വീണ്ടും എടുക്കാനും പറ്റത്തില്ല. സപ്പോസ് അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി സംശയത്തിൻ്റെ പേരിൽ മറ്റൊന്നും പറ്റത്തില്ല, കാരണം അത് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പീഡും കിട്ടി, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗ്രാഹ്യവും പ്രയോജനവും എനിക്കതിൽ നിന്നുണ്ടായി. ഫോട്ടോഗ്രാഫിയുടെ ബേസിക് എന്ന് പറയുന്നത് വെളിച്ചമാകുന്നില്ല, പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതി അനുസരിച്ചതിന് വ്യത്യാസം വരാം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ സൈഡ് ലൈറ്റ് കൊടുത്തിട്ട് റിഹേഴ്സൽ നടത്തി, പിന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീനാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഈ വീണ് കിട്ടുന്ന സന്ദർഭം കഴിയും വേഗം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക.
പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമ്മൾ അത് എക്സ്പോസ് ചെയ്ത് എടുക്കണം. കാരണം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് കിട്ടുന്നതല്ല. അപ്പം ഈ ലൈറ്റ് സോഴ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതി ബാക്കിൽ നിന്നാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. പ്രത്യേകിച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിന് കൂടുതൽ വിഷമമെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് വളരെ പെട്ടെന്ന് ലെൻസിലൂടെ വന്നിട്ട് ഇത് ഫ്ലെയർ ആയിട്ട് ഫോഗി ആകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതെ ഈ ലൈറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഗ്ലെയർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾക്ക് കൂടുതൽ ജീവസ്സുള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പല ആൾക്കാരും ഇങ്ങനെ നടന്നു പോകുമ്പം അയാളുടെ ബാക്കിൽ നിന്നൊരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ എഡ്ജ് നല്ല ഷാർപ്പായിട്ടും ഫിഗർ നല്ല ഭംഗിയായിട്ടും തോന്നിക്കും. സൗന്ദര്യമില്ലാത്ത ചില കക്ഷികൾക്ക് കൂടെ ആ ലൈറ്റ് അടിക്കുമ്പോൾ അത്, കാരണം സിനിമയിലൊക്കെ സാധാരണ നമ്മൾ കാണാറുണ്ട്. സിനിമയിൽ കാണുക എന്ന് പറഞ്ഞാൽ അവർ ഈ ലൈറ്റ് മെഷർ ചെയ്ത് സബ്ജക്റ്റും ക്യാമറ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അളന്ന് റിഹേഴ്സൽ എടുത്ത് ഫൈനൽ ടേക്കിൽ മാത്രമേ എക്സ്പോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനകം ഇത് കൃത്യമാക്കി ആക്യുറേറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എഡിറ്റ് ചെയ്തും കൂടുതൽ കറക്റ്റാക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ അത് പറ്റില്ല. അവർ കിട്ടുന്ന വെളിച്ചത്തിന് നല്ല ഭംഗിയായിട്ട് എക്സ്പോസ് ചെയ്ത് പടത്തിന് കൂടുതൽ എടുക്കുക. പലരും എടുത്തിട്ട് വരുമ്പോൾ ബാക്കിൽ നിന്നുള്ള ലൈറ്റ് കാരണം ഈ പിക്ചർ തന്നെ മങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ഞാൻ എടുത്തിട്ടുള്ള മിക്ക ചിത്രങ്ങളും സൂര്യപ്രകാശത്തിന് എതിരായിട്ടുള്ളതാണ്.